ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ അവസരമൊരുക്കി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അസന്യ എന്നാണ്. ഞങ്ങൾ പൂർവിക സ്ഥലം എന്ന് പറയുന്നത് നാഹർകോവിലാണ്. എൻ്റെ അമ്മയുടെ സ്ഥലമാണ് ഇവിടെ കുഴിത്തുറ എന്ന് പറയുന്ന ദേശത്ത്. ഞങ്ങൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടായിരുന്നു. ഞങ്ങളെ അപ്പച്ചൻ എന്ന് പറയുന്നത് ഈ മന്ത്രവാദത്തിൽ ഈ ബാധയ്ക്കൊക്കെ കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ജനിക്കപ്പെട്ടതാണ് ഞാൻ. എൻ്റെ അച്ഛൻ വന്നിട്ട് ഈ CSI ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചതോടുകൂടെയാണ്. പക്ഷേ നമ്മൾ എല്ലാവരും ഈ ഹിന്ദു അമ്പലത്തിലൊക്കെ പോവുകയും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ അപ്പച്ചൻ മരിച്ചു പോയതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രതികൂലങ്ങളുണ്ടായത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഈ പൈശാചികമായ പോരാട്ടം ഈ രാത്രി 12 മണിയെന്നൊക്കെ ആകുമ്പം ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ വയറ് വീർക്കും. അങ്ങനെ മാനസികമായിട്ടൊക്കെ ഭയങ്കര ഒരാൾ മാറി അങ്ങനെ പ്രശ്നം ഉണ്ടാകും. ഞങ്ങളെ അമ്മയും അച്ഛനും ഞങ്ങൾ വന്നിട്ട് 4 മക്കളാണ്. അതിലേറ്റവും അവസാനത്തെ മകളാണ് ഞാൻ. എനിക്ക് ഇന്നും 2 ചേച്ചിമാരും ഒരു സഹോദരനും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രയാസം. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി 12 മണിയെന്ന് ആയാൽ ഞങ്ങളെല്ലാവരും ഉണർന്നിരിക്കും. ഭയങ്കരമായിട്ടുള്ള പ്രയാസമാണ് എൻ്റെ അമ്മയ്ക്ക്. എന്താണ് പ്രശ്നം എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് പറയാനും അറിയത്തില്ല. എന്താണ് നടക്കുന്നത് എന്നുള്ളത് അത് കണ്ടു നിന്ന് അത് എന്താണെന്നുള്ളത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പൈശാചികമായുള്ള പെട്ടെന്ന് എൻ്റെ വയറ് വീർക്കുകയും അങ്ങനെയുള്ള ഒരു ഭയങ്കര പ്രയാസത്തിലാണ് എൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനൊരു വിശ്വാസമുണ്ട്. അച്ഛൻ ഇങ്ങനെ CSI പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. കുഞ്ഞുമക്കളെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ രാത്രി അച്ഛൻ എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ട് മക്കൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ ആ വെള്ളം പ്രാർത്ഥിച്ച് കൊടുക്കും. അപ്പോൾ അച്ഛനൊരു വിശ്വാസമാണ് പ്രാർത്ഥിക്കാൻ അത് മാറും എന്നുള്ളത് പോലെ. അങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്ത് കുറച്ച് നേരം ആകുമ്പോൾ അമ്മ കുറച്ച് ശാന്തതയാവും. അങ്ങനെ അപ്പോൾ എന്ന് ഇങ്ങനെ ഒരിതാവുമ്പം അച്ഛൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ഏതെങ്കിലും അടുത്തൊരു ചർച്ചിൽ നമുക്ക് പോകുമ്പോൾ അത് യേശു തന്നെ നമ്മളെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് CSIയിലാണ്. CSIയിൽ പോയി അമ്മ അവിടെ തന്നെ സ്നാനപ്പെട്ടു. കുറേശ്ശെയൊക്കെ അതിൻ്റെ ഈ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിനൊക്കെ ഒരു മാറ്റം ദൈവം തന്നു. അപ്പോൾ ഞങ്ങൾ അറിയുന്നില്ല, മക്കളെല്ലാവരും നാനാവിധത്തിൽ എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ നല്ലതായിട്ട് ദൈവത്തിൽ ഉറച്ചു. അവിടെ നിന്ന് എൻ്റെ അമ്മ ഒരു ആത്മീയ ചർച്ചിൽ കടന്നു പോവുകയും അവിടെ നിന്ന് അവൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായി. പക്ഷേ മക്കളാരും ദൈവഭാഗത്ത് വന്നില്ല. അമ്മ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അങ്ങനെ ഇരിക്കവേ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ അച്ഛൻ അറ്റാക്കിൽ മരിച്ച് പിന്നെ ഞങ്ങളെ കുടുംബം 4 വീതിക്കായി. പിന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ എന്ന് അറിയുന്നത്. എങ്കിലും എൻ്റെ അമ്മ കർത്താവിനെ മുറുകെ പിടിച്ചിരുന്നു. ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്നിട്ടും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഹിന്ദു ആയതുകൊണ്ട് അവർ പറഞ്ഞു, നീ ഇങ്ങനെ മുക്കാടിട്ട് നിനക്ക് എന്ത് കിട്ടി, നീ ഇങ്ങനെ ഒരു രോഗിയായി, നിൻ്റെ ഭർത്താവ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിന്നയൊക്കെ വന്നു. എങ്കിലും എൻ്റെ അമ്മ കർത്താവിനെ തള്ളി പറയാതെ കർത്താവിന് വേണ്ടി നിന്നു. പക്ഷേ ഞാൻ അപ്പോൾ വെറും ഒരു 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഭാവി ഇതാകാത്തത് കൊണ്ട് എൻ്റെ അമ്മ ഭയങ്കര പ്രയാസമായിരുന്നു. എന്നെ ഒരു ഇതിലാക്കുന്നത് വരെ ദൈവം എൻ്റെ ജീവനെ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 15 വർഷമെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും കഴിഞ്ഞില്ല. എങ്കിലും ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടത് 1 വർഷം വരെ എൻ്റെ അമ്മ ഇരിക്കുമെന്നാണ്. പക്ഷേ നോക്കിയപ്പം എൻ്റെ അമ്മ ഒരു 3 വർഷം വരെ ഉണ്ടായിരുന്നു. ഞാൻ SSLC പാസ്സാകുന്നത് വരെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ റിസൾട്ട് വന്ന പിറ്റേന്നായിരുന്നു എൻ്റെ അമ്മ മരിച്ചത്. അങ്ങനെ കുഞ്ഞുനാളിലെ അമ്മയും അച്ഛനും മരിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ അമ്മ മരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ഏതെങ്കിലും ഒരു ചർച്ചിൽ പോകണം, ദൈവത്തെ ആരാധിക്കണം, ദൈവം മാത്രമേ ഉള്ളൂ നിനക്ക് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയാൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, അമ്മ മരിക്കണമെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം, എന്നെ ആരും നോക്കത്തില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു 7 വയസ്സ് മുതലേ സ്കിന്നിന് ഒരു അലർജി ഉണ്ടായിരുന്നു. തലയിൽ നിന്ന് കാല് വരെ പൊട്ടി ഒലിച്ച് ഭയങ്കര സ്മെല്ല്. എൻ്റെ കൂടെ പിറപ്പുകൾ വരെ എൻ്റെ കൂടെ ഇരിക്കാതെ എന്നെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
സ്കൂളിലാണെങ്കിൽ ഞാൻ SSLC വരെ പഠിച്ചോളൂ. എനിക്ക് മുന്നോട്ട് എൻ്റെ പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തിരിക്കുന്ന പിള്ളേർ വരെ എന്നെ മാറ്റിയിരുത്തുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് നല്ല ഒരുപാട് സീരിയസ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കരയുമായിരുന്നു. അമ്മ മരിക്കണമെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം, എനിക്ക് ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോൾ അമ്മയോട് കരയുമായിരുന്നു. അമ്മയ്ക്ക് അത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിരുന്നു. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾക്കും എന്നെ ഞാൻ ഉപയോഗിച്ച ചീപ്പെടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ മടിയുണ്ട്, സോപ്പ് ഉപയോഗിക്കാൻ മടിയുണ്ട് സഹോദരങ്ങൾക്ക്. അപ്പം പിന്നെ മറ്റുള്ളവരെ പറയണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കുഞ്ഞുനാളിലെ ഒരുപാട് കഷ്ടം സഹിച്ചു, ഒരുപാട് നിന്ദകളും വേദനകളും സഹിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ സൂസൈഡിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏതോ അത്താണിയായിട്ടിരുന്ന എൻ്റെ അമ്മയും മരിച്ചു പോയതിന് ശേഷം എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു ആഗ്രഹവും എനിക്കില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ സൂസൈഡിന് ട്രൈ ചെയ്തു. പക്ഷേ എൻ്റെ അമ്മ ഇടപ്രാർത്ഥനയ്ക്കൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ വെളിയിൽ നിന്ന് ദേവദാസന്മാർ വരുമ്പോഴൊക്കെ എന്നെ നോക്കിയിട്ട് പറയും, നീ ദൈവവേലയ്ക്കുള്ളതാണ്, ദൈവവിളി നിന്നിലുണ്ട്, ദൈവം നിന്നെ വെടിവെക്കും എന്നൊക്കെ പറയും. പക്ഷേ അപ്പം ഒരു മാനസാന്തരം ഉണ്ടാകും. വീട്ടിൽ വരുമ്പം അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പിന്മാറി അങ്ങനെ പോയി. പിന്നെ അമ്മയും മരിച്ചു. അങ്ങനെ അമ്മ മരിച്ചപ്പം സൂസൈഡിന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞത്, മക്കൾ ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഒരു ചേച്ചിയുമായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ചർച്ചിൽ പോയപ്പം ആ ദേവദാസൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മോളെ നിന്നിൽ ദൈവവിളിയുണ്ട്, നീ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം, ഈ രോഗമൊക്കെ ദൈവം നിനക്ക് മാറ്റിത്തരും എന്ന് പറഞ്ഞ്. പക്ഷേ ഇതിന് ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഈ രോഗമാകുമ്പോൾ 7 വയസ്സ് മുതലേ ഇത് എനിക്ക് സ്റ്റാർട്ടിങ് ആണ്. ഇത് അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറയണത് ഇത് വന്നിട്ട് വിഷത്തിൻ്റേതാണ്, ചിലന്തി കടിച്ചതിൻ്റേതാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് വിഷത്തിനുള്ള മരുന്നൊക്കെ അവർ തന്നു. പക്ഷേ ഒന്നിലും എനിക്ക് ഒരു ഭേദവും ആയില്ല, ഒന്നിലും ഒരു സൗഖ്യവും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നെ ഓരോരുത്തരും ഓരോ രീതിക്കാണ് പറയണത്. പിന്നെ പറയുന്നത് മന്ത്രവാദമാണ്, നിങ്ങൾ ഹിന്ദുവിൽ ഇരുന്നിട്ട് ക്രിസ്ത്യനിലായപ്പം ആയതുകൊണ്ടുള്ള ഒരിതാണ്, അപ്പോൾ നിങ്ങൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ വിശ്വാസത്തിലായിട്ടും ഞാൻ ഒരു കുഞ്ഞായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ശരി, നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞപ്പം അവരെന്തെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ആടിയൊക്കെ കൂട്ടി ഇങ്ങനെ ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നിലും ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഈ ചർച്ചിൽ പോയിട്ട് ഞാൻ ഈ SSLC എഴുതി ആ സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ ചർച്ചിൽ പോയത്. അപ്പം ചർച്ചിൽ പോയിട്ട് അപ്പോൾ ദൈവദാസൻ ചോദിച്ചു, ദൈവവേല ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ, ദൈവം നിന്നെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പം നീ ഈ രോഗം മാറാൻ വേണ്ടിയിട്ട് ദൈവവേല ചെയ്യരുത്, നീ ദൈവത്തിൽ വരുമ്പം ഇതെല്ലാം ദൈവം നിനക്ക് മാറ്റിത്തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറേശ്ശെ എൻ്റെ രോഗത്തിനൊരു മാറ്റമുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഇത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. ഓരോ സീസണാകുമ്പോൾ വരും പോകും അങ്ങനെയുള്ള ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. എൻ്റെ ശരീരം മൊത്തം ഭയങ്കര സ്മെല്ല്. 3 നേരം കുളിച്ചാലും ആ സ്മെല്ല് മാറത്തില്ല. പിന്നെ ഈ കുളിക്കാൻ നേരത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര നീറ്റലും, ഞാൻ അവിടെ നിന്ന് കരയും, എന്ത് ചെയ്യണമെന്നറിയാതെ കരയും. പിന്നെ കുളിച്ചിട്ടൊന്ന് ഡ്രസ്സിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സിലെല്ലാം ആ മാംസം ഒട്ടിപ്പിടിച്ച് പിന്നെ ആ മാംസത്തോടു കൂടെയാണ് ആ ഡ്രസ്സ് ഊരിയെടുക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥ. ചൊറിച്ചലാണെങ്കിൽ അതും ഒരു ചൊറിച്ചൽ, വേദനയാണെങ്കിൽ അത് ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയി അവരാ കുറച്ച് ഇതിനുള്ള മരുന്ന് തരും. പക്ഷേ എനിക്കത് ഒന്നും ശരീരത്തിൽ ഏൽക്കാതെ അങ്ങനെയായി. പിന്നെ നോക്കിയപ്പം ഏകദേശം ഒരു 20 വർഷം ഞാൻ ഇത് അനുഭവിച്ച് പിന്നെ ഞാൻ ദൈവഭാഗത്തിൽ വന്നിട്ടും ഇതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാത്തത് കൊണ്ട് ഒരു ഭയങ്കര നിരാശയും പിന്മാറ്റവും. മാറുന്നില്ലല്ലോ, ബൈബിളിലൊക്കെ എടുത്ത് വച്ചിട്ട് ഞാൻ വായിക്കും കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കിയത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് മാറാത്തത് കൊണ്ട് ഒരു ഭയങ്കര നിരാശയും പിന്മാറ്റത്തിലേക്ക് ഞാൻ കടന്നുപോയി. എങ്കിലും ദൈവം പറഞ്ഞു, ആദ്യം എന്നെ കണ്ടപ്പോഴേ ദൈവം പറഞ്ഞു, ഇതിനൊരു അവധി വച്ചിട്ടുണ്ട്, ഇത് ദൈവം ഒരു സമയം ഇതിന് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തിന് വേണ്ടിയിട്ട് എനിക്ക് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. എൻ്റെ ഏജ് വളരും തോറും എനിക്കൊരു ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ പിന്നെ ഞാൻ ഹോസ്പിറ്റൽ മരുന്നുകളെ വീണ്ടും ആശ്രയിച്ചു. അത് ആ സമയമാകുമ്പം എനിക്ക് കുറച്ച് ക്യൂറാവും, പിന്നും അത് വരും. അങ്ങനെ ഭയങ്കര പ്രയാസത്തിലായിരുന്നപ്പോൾ എനിക്ക് ഈ ഇംഗ്ലീഷ് മരുന്ന് അധികമായിട്ട് ഞാൻ കഴിച്ച് എൻ്റെ ശരീരം എന്നെ ആളെ അറിയാൻ പറ്റാത്ത രീതിക്ക്, പിന്നെ പറയാൻ പോയാൽ ഞാൻ പിന്മാറ്റത്തിലും കൂടെയാണ്. അപ്പോൾ എന്നെ പറയാനും പറ്റാത്ത രീതിക്ക് മുഖമെല്ലാം വീർത്ത്, ശരീരമെല്ലാം വീർത്ത് പൊട്ടി ഒലിച്ച്
എൻ്റെ കാലൊക്കെ ഇങ്ങനെ വീർത്ത് പൊട്ടും. ഇപ്പം നോക്കുമ്പോൾ സ്റ്റിച്ച് ഇടേണ്ട രീതിക്കാണ് പൊട്ടണത്. അങ്ങനെയുള്ള രീതിക്ക് ഉണ്ടായിരുന്നു. സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ. അപ്പം എൻ്റെ ചേച്ചിമാർക്ക് എല്ലാവർക്കും കല്യാണമായി, ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ ഇരുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നിട്ട് അവൾക്ക് വീട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, ഭയങ്കര സ്മെല്ല്. ഞാൻ അവളെ അടുത്ത് വിളിച്ചപ്പം അവൾ ഇങ്ങനെ പറഞ്ഞു, ഒരു വിഷമം കൊണ്ടാണ് അവൾ വന്നത്. അപ്പോൾ എൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു ഇവിടെ നടയിൽ നിന്നിട്ട്. ദൈവമേ, എൻ്റെ അനിയത്തി എത്ര വർഷമായിട്ട് ഇങ്ങനെ അവൾ പാടുപെടണ്, ദൈവമേ അവളെ ജീവനെങ്കിലും എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അവൾ കരഞ്ഞപ്പം എനിക്കും ഭയങ്കര വിഷമമായി. എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും മരിച്ച ശേഷം ഞാനും എൻ്റെ ചേച്ചിയുമാണ് വളർന്നതൊക്കെ. അപ്പോൾ അവളെ ഒരു സപ്പോർട്ട് എനിക്ക് കൂടുതലും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളും കെട്ടിപ്പോയപ്പോൾ എനിക്ക് അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. ഭയങ്കര ഞാൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. മറ്റേ ഹോസ്പിറ്റലിലൊക്കെ എഴുതി തരുന്ന എഫക്റ്റ് കൂടിയ ഗുളികകളൊക്കെ വാരി കഴിക്കും. അപ്പം ചിന്തിക്കും ഇപ്പം എൻ്റെ ജീവൻ പോകുമെന്ന്. പക്ഷേ നോക്കിയപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതുപോലെ ഞാൻ എഴുന്നേക്കും. പക്ഷേ ഞാൻ ഫാനിലൊക്കെ കുരുക്കിടുമ്പോൾ അത് പൊട്ടി വീഴും. അങ്ങനെ ഞാൻ എപ്പോഴും ചോദിക്കും, മരണത്തിന് എന്നെ വേണ്ടേ? ആർക്കും എന്നെ വേണ്ട. എപ്പോഴും ദൈവത്തോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവമേ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല, എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, സഹോദരങ്ങൾ ആരുമില്ല, എനിക്ക് ജോലി ചെയ്ത് പോലും തിന്നാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്, ദൈവത്തിനും എന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിക്കരയാറുണ്ട്. അപ്പോൾ ഞാൻ വചനം വായിക്കുമ്പോൾ ദൈവം വചനത്തിൽ കൂടെ എന്നെ ഒരുപാട് പ്രാവശ്യം ആശ്വാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ നേരത്തേക്ക് മാത്രം പിന്നും എൻ്റെ വേറെ ഒരു സാഹചര്യത്തിൽ പോകുമ്പം എനിക്കെല്ലാം ദൈവം പറഞ്ഞ വാക്കുകളെല്ലാം മറക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അവസാനം ഈ രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നപ്പോഴാണ് ഇനി ഹോസ്പിറ്റലിൽ മരുന്നില്ല എനിക്ക് തരാൻ. അങ്ങനെ എനിക്ക് എല്ലാ മരുന്നും ഡോസേജ് മാറ്റി മാറ്റി തന്നിട്ടും എനിക്ക് ഒരു മാറ്റവും ഇല്ല. പിന്നെ നോക്കിയപ്പോൾ അവർ തന്നെ അവർക്കിനി മരുന്ന് തരാനില്ല, മാറ്റി മറിച്ച് തന്നൊക്കെ നോക്കി, എങ്കിലും എനിക്കൊരു ഭേദവും ഇല്ല. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സമയമായി 20 വർഷം ഞാൻ ഇത് അനുഭവിച്ചു. അപ്പം ഞങ്ങൾ സഭയിൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഒരു പാൻസ് ഇടാനോ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഈ സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നെ പിടിച്ചിരുത്തണം. പിന്നെ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലൊന്നും നിവരത്തില്ല. അങ്ങനെയുള്ള രീതി. ആരെങ്കിലും സഭാവിശ്വാസികൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം, അങ്ങനെയുള്ള ഒരവസ്ഥ. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇതാണ്, എൻ്റെ അമ്മയ്ക്ക് ഈ സ്ഥിതിയായി, മകൾക്ക് ഇങ്ങനെ ഇവർ ദൈവത്തിലായിട്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു നിന്ന വാക്കുകളാണ് ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആരാധനയ്ക്ക് പോകും. പക്ഷെ വിശ്വാസികൾ വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചെതട് പോലെ എഴുന്നേൽക്കുമ്പോൾ നടക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ വിശ്വാസികൾക്കും ഒരു അറപ്പാണ് അവിടെ അടുത്തിരുന്ന് ആരാധിക്കണം. അപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ള പാസ്റ്റർ ആണെങ്കിൽ ഒരു ദൈവകൃപയുള്ള മനുഷ്യനാണ്, നല്ല ഒരു സ്വഭാവമുള്ള ഒരു ദൈവദാസനാണ്. അപ്പം പാസ്റ്റർ ആരെന്ത് പറഞ്ഞാലും വകവയ്ക്കത്തില്ല. എന്നെ ഫ്രണ്ടിലിരുത്തി മൈക്ക് തരും. അത്യാവശ്യത്തിന് കുറച്ചൊക്കെ പാടുമായിരുന്നു. അപ്പം പാടാനൊക്കെ അവസരം തരും പാസ്റ്റർ. അപ്പം വിശ്വാസികൾ പാസ്റ്ററോട് ഇപ്പോൾ ഇതാകാൻ തുടങ്ങി, പാസ്റ്ററെ അവളെ പുറത്തിരുത്തണം, നമുക്ക് ഇരിക്കണം, നമ്മളെ മേലിലൊക്കെ അവൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ അത് വീഴുന്നുണ്ട്, ഇവിടെ ഉറുമ്പൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാസ്റ്റർ എടുത്ത് അവർ ഇങ്ങനെ പറയും. പക്ഷെ പാസ്റ്റർ അത് മൈൻഡ് വയ്ക്കത്തില്ല ഇങ്ങനെ. അപ്പം ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 21 ദൈവദാസന്മാരെ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് നിരയിലിരിക്കുമ്പം തന്നെ ഏത് ദൈവദാസന്മാർ വരുമ്പോഴും ആദ്യം പറയുന്നത് നീ ദൈവവേലയ്ക്കുള്ളതാണ്, ദൈവവിളി നിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഈ പ്രവചനങ്ങളൊക്കെ കേട്ട് എനിക്കാണെങ്കിൽ എല്ലാം കേട്ട് ഇനി എല്ലാം പറയുന്നേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു നിരാശ എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ആയപ്പം ദൈവദാസന്മാർ പറഞ്ഞു, ദൈവം നിന്നെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവരാൻ സമയമായി, ഇതാണ് ദൈവത്തിൻ്റെ സമയം, ദൈവം നിന്നെ വിടുവിച്ച് ശുശ്രൂഷയിലേക്ക് ദൈവം നടത്തും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു 16-ാമത്തെ ദിവസം ഒരു ദൈവദാസൻ വന്നിരുന്നു. അപ്പോൾ ആ ദൈവദാസൻ വന്ന് നിന്നപ്പോൾ തന്നെ ആ ദേവദാസൻ്റെ മരുമോനായിരുന്നു അന്ന് വരാനുള്ളത്. പക്ഷേ ആ മരുമോന് സമയമില്ലാത്തതുകൊണ്ട് ആ പാസ്റ്റർ വന്നു. ആ പാസ്റ്റർ വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ല, വന്ന് യാഗപീഠത്തിൽ വന്ന് നിന്നിട്ട് പറഞ്ഞ്, ഇവിടെ അനേക ദിവസങ്ങളായി ഈ സ്കിന്നിൻ്റെ അലർജിയോട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്, ആ വ്യക്തിയെ വിടിവിക്കാനാണ് ദൈവം എന്നെ കൊണ്ടുവന്നത്, ഇന്ന് ദൈവം വിടിവിക്കുമെന്ന് പറഞ്ഞ്.
അങ്ങനെ പറഞ്ഞ് പാസ്റ്റിന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല, ഫുൾ ഹാൻഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ടാ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങളെ പാസ്റ്റർ പറഞ്ഞ് അത് കുഞ്ഞിന് ഒരു കുഷ്ഠരോഗം പോലെയാണെന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ഒരുപാട് വേദനിച്ചെങ്കിലും പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ആ ദൈവദാസൻ എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ ദൈവദാസനും വൈഫും കൂടെ എണ്ണ പൂശി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. ആ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വേദന ഒരു മാറ്റം ഉണ്ടായി. അങ്ങനെ ആയിരുന്നപ്പം തന്നെ എനിക്ക് ആ ഉപവാസ പ്രാർത്ഥന അന്ന് മാറിയില്ല. ആ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ ഈ രോഗത്തിന് ഭയങ്കര മാറ്റം ഉണ്ടായി. ആ 2 മാസത്തിൽ എൻ്റെ ഈ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ ഒന്നാമത് ആ ദേവദാസ് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ തീരുമാനം എടുക്കണം, ദൈവവേല ചെയ്യുമെന്നുള്ള തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ ദൈവം നിന്നെ വിടിവിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവവേല ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ തട്ടിമാറിയിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ദൈവം എന്നെ പിടിച്ചു, ഞാൻ ദൈവവേലയ്ക്ക് സമർപ്പിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു താല്പര്യത്തിൽ ഞാൻ ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് ദൈവം ഈ ചെയ്ത ഉപകാരം ഞാൻ എല്ലായിടങ്ങളിലും പോയി സാക്ഷ്യം പറയണം പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം ആ ദൈവദാസൻ പറഞ്ഞു, മോളെ ദൈവം നിന്നെ കുടുംബമായിട്ടാണ് ദൈവവേലയ്ക്ക് കണ്ടിട്ടുണ്ട്, നിനക്കൊരു കുടുംബം ദൈവം തരും, നീ കുടുംബമായി ദൈവവേല ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവ സന്നിധാനത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 15 സഭകളിലെങ്കിലും പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം തന്നെ ഒരു ദൈവദാസൻ മൂലമായിട്ട് ദൈവം എന്നോട് സംസാരിച്ച് 10, 15 എന്ന് പറഞ്ഞുള്ള സംഖ്യയിൽ നീ ഒതുക്കരുത്, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ അങ്ങ് വരെ നീ പോയി ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരം നീ സാക്ഷ്യം പറയണമെന്ന് അങ്ങനെ പെട്ടെന്ന് ഞാൻ ശരി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ സമർപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു വിവാഹാലോചന വന്നു. അപ്പോൾ ഈ വിവാഹാലോചന വരുന്നതിന് മുമ്പ് തന്നെ ദൈവം എൻ്റെ അടുത്ത് 3 പ്രാവശ്യം ഒന്നുപോലെ ഒരു സ്വപ്നം ദൈവം എൻ്റെ അടുത്ത് കാണിച്ചു. ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു, ഇങ്ങനെ എനിക്ക് വിവാഹാലോചന വരുന്നതായിട്ടും നടക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഈ 2022 മാർച്ച് സമയത്തിലൊക്കെ ഞാൻ ഒരുപാട് രോഗത്താൽ പിടിക്കപ്പെട്ടൊരു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ 2022 ഈ ഏപ്രിൽ മാസത്തിലൊക്കെ എൻ്റെ ഈ രോഗം ശരിയായി. പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സാക്ഷ്യം പറയാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ദൈവം പറഞ്ഞ ആലോചന പ്രകാരം 2022 ജൂലൈ മാസത്തിലാണ് ദൈവം എന്നോട് പറഞ്ഞതുപോലെ ദർശന മുഖാന്തരം ഒരു ദൈവദാസനെ ദൈവം കൊണ്ടുവരികയും ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസനെ കൊണ്ടുവരികയും പിന്നും ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ ദൈവ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം. ഞാൻ ചോദിച്ചതുപോലെ തന്നെ ദൈവം ഈ ദൈവദാസൻ്റെ ഈ എല്ലാ ഡീറ്റെയിലും ദൈവം എനിക്ക് കാണിച്ചു. അതുപോലെ തന്നെ ഞങ്ങളെ ചർച്ച് മുഖാന്തരം ഇപ്പം അമ്മയച്ഛനെ ഇല്ലയെന്ന് പറഞ്ഞ് കലശനൊക്കെ എടുത്തിട്ടാണ് ദൈവം തന്നെ എൻ്റെ വിവാഹം നടത്തിയത്. ആരും എൻ്റെ സഹോദരങ്ങളോ സ്വന്തം ബന്ധങ്ങളോ ആരും ഒരു സപ്പോർട്ടില്ലായിരുന്നു. പക്ഷേ ദൈവം, ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദൈവശബ്ദം ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൈവശബ്ദം കേട്ട് ദൈവം തന്നെ എൻ്റെ വിവാഹം നടത്തിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ദൈവദാസൻ ചോദിച്ചു, ചർച്ചിലെ പാസ്റ്റർ ചോദിച്ചു, മോളെ ഇങ്ങനെ ഈ കല്യാണം എല്ലാം പെട്ടെന്ന് റെഡി ആയല്ലോ, അപ്പം പാസ്റ്റിൻ്റെ സൈഡ് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ കൊടുക്കാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ സൈഡ് ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ സൈഡ് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം തന്നാൽ നമുക്ക് നടത്താം പാസ്റ്റർ, ഇല്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ പറഞ്ഞു പാസ്റ്റർ അപ്പോൾ ശരി ഞാനും ആരെങ്കിലും ദൈവദാസന്മാരോടൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ സഭയിലുള്ള വിശ്വാസികളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. 1-2 പേര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവർ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെ 1-2 പേരെടുത്ത് സഹായം ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളെ പാസ്റ്റിന് 1 ലക്ഷം രൂപയെങ്കിലും ദൈവദാസന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരാഗ്രഹം പറഞ്ഞു. അവർ ചോദിച്ചതല്ല, ഒരാഗ്രഹം ഞങ്ങളെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്ക് അമ്മയായി അച്ഛനായി എല്ലാം ദൈവം തന്നെ എനിക്കുണ്ട്, വേറെ ആരും എനിക്കില്ല, ദൈവം തന്നെ എല്ലാം നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളെ സഭയിലുള്ള ഒരു ചേച്ചി, ശ്രീജ എന്നാണ് ആ ചേച്ചിയുടെ പേര്, അവർ ഒരു വീട്ടിൽ പോയി ഇങ്ങനെ എൻ്റെ ദൈവം എന്നെ വിടുവിച്ച് കൊണ്ടുവന്ന കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു അവൾക്കിപ്പോൾ വിവാഹം ശരിയായി, ഭയങ്കരപ്പെട്ട രോഗത്തിലായിരുന്നു, ദൈവം അവളെ വിടുവിച്ചു, ദൈവവേലയ്ക്ക് സമയമായപ്പം ദൈവം അവളെ വിടുവിച്ചു. അപ്പോൾ നിങ്ങളാൽ എന്തെങ്കിലും സഹായം അവൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ശരി ആ കുഞ്ഞിന് ഞാൻ 2000 രൂപ കൊടുക്കാം, ഒരു ഡ്രസ്സ് എടുക്കാൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർ ചേച്ചിയും പറഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ആ ആൻറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദൈവശബ്ദം കേട്ട്, നീ എൻ്റെ കുഞ്ഞിനുള്ള കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ട്. അപ്പോൾ ഇവർ
ഒന്നും ഇവർക്ക് എന്താണ് പിശാചാണോ സംസാരിക്കുന്നത് എന്താണെന്ന് പറയാതെ ഇവരപ്പം തന്നെ പ്രാർത്ഥന നിർത്തി. ഇവർ മുകളിലെ ഡ്രസ്സ് എന്തോ ഉണങ്ങായിട്ടിരുന്നു, അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ 2ാം പ്രാവശ്യം അവരോട് ദൈവാത്മാ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനുള്ള കാര്യം നീ ചെയ്യണം. പിന്നെ 3ാമത് അവർ കിച്ചണിൽ വന്നപ്പോൾ ഇതുപോലെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് 94-ലായിരുന്നു വിവാഹം. അപ്പോൾ ഇവർക്ക് മക്കളില്ലാതിരുന്നപ്പോൾ ഇവർ ഒരു നേർച്ച ചെയ്തതായിരുന്നു. അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ സഹായിക്കുമെന്ന് പറഞ്ഞ് അവർ നേർച്ച ചെയ്തതായിരുന്നു. അങ്ങനെ ഇവർ നേർച്ച ചെയ്തിട്ട് അപ്പം ഇവർ വന്നിട്ട് ആ സമയത്ത് അങ്ങനെ ആരും വരാത്തതുകൊണ്ട് മോഹൻസി ലാസറസ് അവിടെ കൊണ്ടുപോയി ഇവർ 1 ലക്ഷം രൂപ ഇവർ നേർച്ച ചെയ്ത് 1 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ പിന്നെയാണ് ദൈവം പറയുന്നത്, നീ ഈ കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശരി ഞാൻ കൊടുത്തല്ലോ, എങ്കിലും ദൈവം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവർ തന്നെ വിവാഹ ചെലവ് നടത്താനുള്ള കാശ് ഞങ്ങളുടെ ദൈവദാസൻ്റെ കയ്യിൽ അവർ ഏൽപ്പിക്കുകയും പിന്നെ എനിക്ക് കിട്ടിയ എല്ലാ തിങ്സും ദൈവമക്കൾ മുഖാന്തരമാണ്. എൻ്റെ വിവാഹം നല്ല മനോഹരമായിട്ട് യൂട്യൂബ് ലൈവിൽ വരേണ്ട രീതിക്ക് നല്ലതായിട്ട് എല്ലാവരും കണ്ട് ആശ്ചര്യപ്പെടത്തക്കവണ്ണമായി ദൈവം അത്ഭുതമായിട്ട് ദൈവം ചെയ്തു. പിന്നെ ദൈവം പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയിൽ തന്നെ ദൈവം ഞങ്ങൾക്ക് സഭ തന്നു. സഭാ ചാർജ് ഏറ്റെടുത്തു. ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന്. അപ്പം ഒരുപാട് പേർക്ക് ദൈവം അത്ഭുതം ചെയ്തു. അപ്പം പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ആയപ്പോഴാണ് പിന്നെയും തുടങ്ങി മക്കളില്ല. ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കളെ കൊടുക്കുന്നുണ്ട്. അപ്പം ദൈവദാസം പ്രാർത്ഥിച്ചാണോ കിട്ടിയത്, അങ്ങനെ ഒരുപാട് നിന്ദകൾ കേൾക്കുവാനായി. അപ്പം പിന്നെയും ദൈവസന്നിധാനത്തിൽ കരഞ്ഞു, കർത്താവേ ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സോറിയാസിൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് എൻ്റെ യൂട്രസൊക്കെ നോർമൽ അല്ലെന്ന് എനിക്കറിയാം. കൊച്ചു വയസ്സ് മുതലേ ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പം ഞങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് മക്കൾ ദൈവം തരും, നിങ്ങൾ പോയി ഒന്ന് നോക്കി ദൈവവിശ്വാസമൊക്കെ ഇരിക്കട്ടെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ചേട്ടനും കൂടെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള സാധ്യതയില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവായിരുന്നു, ചേട്ടനാണെങ്കിൽ അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഒരുപാട് ഇതായി. പിന്നെ അവരിങ്ങനെ ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അപ്പം ദേവദാസൻ എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ദൈവപുരുഷനാണ്. അപ്പോൾ പറഞ്ഞ് നമ്മളെന്തിന് ഹോസ്പിറ്റലിൽ പോകണം, എത്രയോ പേർക്ക് ദൈവം മക്കളെ കൊടുക്കുന്നു, നമുക്കും ദൈവം മക്കളെ തരും എന്ന് പറഞ്ഞ് എന്നെ ആശ്വാസപ്പെടുത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആ റിസൾട്ട് നോക്കിയതോടെ ഓക്കെ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ചർച്ചിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു വിഷമം വന്നു. ദൈവമേ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു തലമുറ ദൈവം തരണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ദൈവശബ്ദം ഞാൻ കേട്ടത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലാണ് അത്രേ എന്നുള്ള വചനം ദൈവം തന്നു. അതിനെ വെച്ച് മുറുകെ പിടിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിച്ചും കുറച്ച് ദിവസം ആ മക്കൾ കിട്ടുവാൻ ഡിലേ ആയിക്കൊണ്ടിരുന്നു. എങ്കിലും വിടാതെ ദൈവസന്നിധാനത്ത് പ്രാർത്ഥിച്ചു. പിന്നെയാണ് ഒരു ദിവസം ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്കോ ഇത് 6-ാം മാസം എന്നുള്ള ഒരു വാക്ക് ദൈവം എന്നോട് സംസാരിക്കുകയും കണ്ണുനീരോട് ദൈവസന്നിധാനത്തിൽ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ 2024 ജനുവരി മാസത്തിലാണ് ഞാൻ ആ ദൈവശബ്ദം കേൾക്കുന്നത്. അതുപോലെ 2024 6-ാം മാസത്തിൽ തന്നെ ദൈവം പറഞ്ഞതുപോലെ 6-ാം മാസത്തിൽ തന്നെ കൺസീവ് ആകുവാനും ദൈവം എനിക്ക് അമ്മയായി. ആ കൺസീവ് ആയിരുന്ന സമയത്തിലൊക്കെ ദൈവദാസൻ ദൈവവേലയോടൊപ്പം പോകുമായിരുന്നെങ്കിലും ഈ ഭവനത്തിൽ ഒറ്റയ്ക്കായിരുന്നു. എങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എൻ്റെ കൂടെ അമ്മയായി അച്ഛനായി കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ദൈവം എന്നെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ദൈവവേലയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ ദൈവം തന്നു. ഹന്ന എന്നാണ് മകൾ. ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നു. നമ്മൾ ദൈവവേലയ്ക്ക് അവളെ സമർപ്പിച്ചു. ഞങ്ങൾ കുടുംബമായി ദൈവവേല ചെയ്യുന്നു. അതുമാത്രമല്ല എൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം ദൈവം മാറ്റി. എനിക്ക് കുഞ്ഞുങ്ങൾ കിട്ടാനുള്ള സാധ്യത ഇല്ല, എങ്കിലും ആ സ്ഥാനത്തൊക്കെ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെയും തന്നു. എൻ്റെ സഹോദരങ്ങൾ ദേശമധ്യത്തിലെല്ലാം ഞാൻ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ഇവളുടെ ജീവിതം ഇതോടെ തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ പക്ഷേ മനുഷ്യർ പറഞ്ഞു ദൈവം അതിൽ നിന്നാണ് എൻ്റെ ജീവിതം ദൈവം തുടങ്ങി. ഇന്ന് ദൈവവേലയ്ക്കായി ഞങ്ങൾ കുടുംബമായി ദൈവവേല ചെയ്യുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഓർത്ത് ദൈവമക്കൾ യാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയെ നിർത്തുന്നു. അതുമാത്രമല്ല എനിക്ക് ഈ അവസരം തന്ന ക്രൈസ്റ്റ് ബ്ലസ്സസ് യൂട്യൂബ് ചാനലിലും എൻ്റെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ആമേൻ.